അവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി ജാഥയായി ഒരു ചെറിയ ജാഥയായത് അങ്ങോട്ടേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഓഫീസിലേക്ക് എത്തുകയാണ്. വി ഡി സതീശൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് കാണുമോ എന്നറിയില്ല. കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കുറേയധികം ആരോപണങ്ങൾക്ക് ഉറപ്പായും പ്രതിപക്ഷ നേതാവിന് മറുപടി പറയാനുണ്ടാകണം. അതിപ്പോൾ ഉണ്ടാകുമോ അതോ വാർത്താ സമ്മേളനം എന്ന നിലയ്ക്കായിരിക്കുമോ എന്നറിയില്ല. കൊണ്ടും കൊടുത്തും ഒരു വാക്കിന് മറുവാക്ക് എന്ന മട്ടിൽ കൊണ്ടും കൊടുത്തും രാഷ്ട്രീയം ചൂടുപിടിക്കുന്ന പ്രചരണത്തിന്റെ അവസാന ദിവസങ്ങളാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ വെച്ചിരുന്നു. വിഷ്ണു, എവിടെയാണ് പ്രതിപക്ഷ നേതാവ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നത്? ഒരു വലിയ ആൾക്കൂട്ടമായിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അല്ലേ? ഹാഷ്മി, പറവൂരിലെ കോൺഗ്രസ് അതായത് രാജീവ് ഭവനിൽ നിന്ന് കാൽനട ജാഥയായാണ് നോമിനേഷൻ സമർപ്പിക്കാൻ ഇപ്പോൾ പറവൂർ താലൂക്ക് ഓഫീസിലേക്ക് പോകുന്നത്. അവിടെയാണ് 3 സെറ്റ് നാമനിർദ്ദേശ പത്രിക വി ഡി സതീശൻ നൽകുക. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകും. വലിയ ആത്മവിശ്വാസത്തിലാണ് ഒരു മുന്നണി നായകൻ എന്ന നിലയിലും അതോടൊപ്പം തന്നെ പറവൂരിലെ ജനപ്രതിനിധി എന്ന നിലയിലും അദ്ദേഹം ഓരോ വർഷവും പറവൂരിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ഓരോ വർഷം ക്രമാതീതമായി ഈ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇത്തവണ അദ്ദേഹം പറവൂരിൽ ഇറങ്ങുന്നത്. ഇത്തവണ മണ്ഡലത്തിന്റെ ചുമതല മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ പുറത്ത് മറ്റു മണ്ഡലങ്ങളിലേക്കും പ്രചരണത്തിന്റെ ഭാഗമായൊക്കെ പോകേണ്ടതുണ്ട് അദ്ദേഹത്തിന്. എന്നിരുന്നാൽ പോലും പറവൂരിലെ ജനങ്ങൾക്ക് തന്നെ അറിയാം, പറവൂർ തന്റെ കുടുംബമാണ്. അതുകൊണ്ട് മികച്ച ഭൂരിപക്ഷം അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. CPIയുടെ LDFന്റെ ET ടൈസൺ മാസ്റ്ററാണ്, കയ്പമംഗലത്ത് നിന്ന് സിറ്റിംഗ് MLA ആയിരുന്ന ET ടൈസൺ മാസ്റ്ററാണ് ഇത്തവണ പ്രതിപക്ഷ നേതാവിനെ നേരിടുന്നതിന് വേണ്ടി പറവൂരിലേക്ക് എത്തിയിട്ടുള്ളത്. അത് ഒരു ശക്തമായ പോരാട്ടം പ്രതിപക്ഷ നേതാവിന് എതിരെ നൽകണം എന്ന് LDFൽ തന്നെ തീരുമാനമുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷം വളരെ ഈസി വാക്ക് ഓവർ ആയിരുന്നു പ്രതിപക്ഷ നേതാവിന് ഈ പറവൂർ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അത് അനുവദിച്ചുകൂടാ, ശക്തമായ ഒരു പോരാട്ടമെങ്കിലും കാഴ്ചവെക്കണം എന്നാണ് LDFന്റെ തീരുമാനം. ആ പശ്ചാത്തലത്തിലാണ് CPIയിൽ തന്നെ ഏറ്റവും കരുത്തനായ MLA ET ടൈസൺ മാസ്റ്ററെ പറവൂരിൽ ഇറക്കി ഒരു പോരാട്ടം കാഴ്ചവെക്കാമെന്ന നിലയിലേക്ക് CPIയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ മുന്നണിയും ഒക്കെ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 21,000 ആയിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പറവൂരിലെ ഭൂരിപക്ഷം. ഇത്തവണ അത് ഉയർത്താനാകുമോ, അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ പിടിച്ചുകെട്ടാൻ ET ടൈസൺ മാസ്റ്റർക്ക് സാധിക്കുമെന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. പ്രസന്ന വത്സകുമാറാണ് NDAയുടെ സ്ഥാനാർത്ഥി. അവിടെ മത്സരിക്കുന്നവർ ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിരുന്നു. പിന്നീട് അവർ BJPയിലേക്ക് പോയതാണ്. അങ്ങനെ ഈ മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചാലും, അതായത് ഈ 21,000-ൽ നിന്ന് ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും അത് പ്രതിപക്ഷ നേതാവിന് അല്പം ക്ഷീണമുണ്ടാക്കും. അതുകൊണ്ട് പ്രവർത്തകർ ഒന്നാകെ, UDFന്റെ പ്രവർത്തകർ ഒന്നാകെ വലിയ ഭൂരിപക്ഷത്തിൽ പ്രതിപക്ഷ നേതാവിനെ വിജയിപ്പിച്ച് അവർ ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയാക്കും എന്നുള്ള അല്ലെങ്കിൽ ഇതിന്റെ ഒരു അമരത്തേക്ക് എത്തിക്കും എന്നുള്ളതിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF പ്രവർത്തകർ ഉള്ളത്. അവിടെ പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി ജയിച്ചു വരുന്ന മണ്ഡലമാണെങ്കിൽ കൂടിയും ഇവിടെ TP സെൻകുമാർ എന്ന് പറയുന്ന BJPയുടെ പ്രധാനപ്പെട്ട ആളിന്റെ ഒരു പ്രതികരണം നമ്മൾ നേരത്തെ കണ്ടതാണ്. അത് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയമല്ല, അത് വർഗീയമാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെ തോൽപ്പിക്കാൻ രണ്ടാമത് വരുന്ന ഹിന്ദു സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തണം എന്നൊക്കെ ഒരു പൊതുവേദിയിൽ നിന്ന് പറയുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടു, ഒക്കെ കേട്ടതാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് പല കോണുകളുടെയും ലക്ഷ്യമാണ്. അപ്പോൾ അത് പ്രതിപക്ഷ നേതാവിന്റെ ക്യാമ്പ്, കോൺഗ്രസ് ക്യാമ്പ് തിരിച്ചറിയുന്നുണ്ടോ? മത്സരം അത്രത്തോളം കടുക്കും എന്ന് തിരിച്ചറിയുന്നുണ്ടോ വിഷ്ണു? അങ്ങനെ വലിയ ആശങ്കകളൊന്നും പ്രതിപക്ഷ നേതാവിന്റെ ക്യാമ്പിനില്ല. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ആ ക്യാമ്പുള്ളത്. പ്രത്യേകിച്ച് ഇതിൽ കാര്യമായ ഒരു അട്ടിമറിയൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. മികച്ച സംഘടന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.